നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇന്ത്യസ് മോസ്റ്റ് സെല്ലിംഗ് കാർ സെഗ്മെന്റ് ആയിട്ടുള്ള മിഡ് സൈസ് SUV സെഗ്മെന്റിലേക്കാണ്. അതിലെ ഏറ്റവും സെല്ലിംഗ് നടക്കുന്ന കാറുകളാണ് ഇവിടെ എടുക്കുന്നത്. ഫസ്റ്റ് നമ്മളെ ലൈനപ്പിലുള്ള വണ്ടി ഗ്രാൻഡ് വിറ്റാര 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ, 101.64 bhp, 131 Nm ടോർക്ക്. അടുത്തായി ഹ്യുണ്ടായി ക്രെറ്റ നൈറ്റ് എഡിഷൻ 1.5 ലിറ്റർ മാനുവൽ ഗിയർ ബോക്സ് ആണ്. 113 bhp പവറും 139 Nm ടോർക്കാണ് വരുന്നത്. അടുത്തതായി കിയ സെൽറ്റോസ് 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. സെയിം സ്പെക് ആണ് വരുന്നത്. ട്രാൻസ്മിഷൻ വരുന്നത് 8 സ്പീഡ് IVT ഗിയർ ബോക്സ്. ഫ്രണ്ടിലോട്ട് വരുമ്പോ ഒരു DRL വരുന്നുണ്ട്. ഒരു ഹെഡ്ലൈറ്റ് അടിയിലേക്കായിട്ടാണ് കൊടുത്തേക്കുന്നത്. സൈഡ് പ്രൊഫൈൽ വരുമ്പോ 17 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീലാണ് വരുന്നത്. 210 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വരുന്നത്. സെഗ്മെന്റിലെ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയാണ് ഗ്രാൻഡ് വിറ്റാര. സെൽറ്റോസ് വരുമ്പോ ഒരു കണക്റ്റഡ് അല്ലാത്തൊരു DRL കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഐസ് ക്യൂബ് ഷേപ്പുള്ള ഒരു ഫോഗ് ലാമ്പാണ് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 200 mm ആണ്. ഒരു 17 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീലാണ് വരുന്നത്. പിന്നെ എല്ലാ വണ്ടിക്കും കീലെസ് എൻട്രി വരുന്നുണ്ട്. 3 വണ്ടികൾക്കും കീലെസ് എൻട്രി വരുന്നുണ്ട്. ക്രെറ്റയുടെ ഫ്രണ്ട് പ്രൊഫൈൽ വരുമ്പോൾ ഒരു കണക്റ്റിംഗ് DRL ആണ് വരുന്നത്. അതിൻ്റെ അടിയിൽ ഒരു ഹെഡ്ലൈറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രില്ല് വരുമ്പോൾ പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അതിൽ ലോഗോ ഡീക്രോം ചെയ്തിട്ടാണ് വരുന്നത്. ക്രെറ്റയുടെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ 18 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീലാണ് വരുന്നത്. ഈ സെഗ്മെന്റിലെ ഏറ്റവും വലിയ ടയർ സൈസ് ആണ് 18 ഇഞ്ച്. സെൽറ്റോസ് വരുന്നത് 17 ഇഞ്ചാണ്. ഗ്രാൻഡ് വിറ്റാര വരുന്നത് 17 ഇഞ്ചാണ്. ക്രെറ്റയ്ക്ക് മാത്രമാണ് 18 ഇഞ്ച് അലോയ് വീല് വരുന്നത്. ക്രെറ്റ നൈറ്റ് എഡിഷൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ കാലിപ്പർ ഓൾറെഡി റെഡ് ആയിട്ടാണ് കമ്പനി ഫിറ്റഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ബാക്ക് പ്രൊഫൈലിലേക്ക് വരുമ്പോ ഒരു കണക്റ്റിംഗ് ടെയിൽ ലാമ്പാണ് വരുന്നത്. പിന്നെ ഷാർപ്പിന് ആന്റിന വരുന്നുണ്ട്. ബൂട്ട് സ്പേസ് വരുമ്പോ 373 ലിറ്റർ ഡിക്കി സ്പേസ് ആണ് വരുന്നത്. ബാക്ക് പ്രൊഫൈൽ വരുമ്പോ ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. അതും ഒരു ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ക്രെറ്റയുടെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരുമ്പോ ഒരു കണക്റ്റിംഗ് ടെയിൽ ലാമ്പാണ് വരുന്നത്. പിന്നെ സ്പോയിലറുമേ ഒരു ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് വരുന്നത് ഷാർപ്പിൻ ആന്റിന. പിന്നെ എല്ലാ വേരിയന്റിനും കോമൺ ആയിട്ട് ഡീഫോഗർ വരുന്നുണ്ട്, വൈപ്പർ വരുന്നുണ്ട്. ക്രെറ്റയുടെ ബൂട്ട് സ്പേസ് വരുമ്പോ 431 വരുന്നത്. സെൽറ്റോസിന്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരുമ്പോ ഒരു എല്ലാ മോഡലിനും വരുന്ന മാതിരി തന്നെ ഒരു കണക്റ്റിംഗ് ടെയിൽ ലാമ്പാണ് വരുന്നത്. പിന്നെ ഒരു ഷാർപ്പിൻ ആന്റിന വരുന്നുണ്ട്, സൂപ്പർ റെയിൽ വരുന്നുണ്ട്. പിന്നെ എല്ലാ വണ്ടിയിലും കോമൺ വരുന്ന മാതിരി സ്പോയിലറും ഒരു ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെൽറ്റോസിൽ വരുമ്പോ സെഗ്മെന്റിലെ ഏറ്റവും വലിയ ബൂട്ട് സ്പേസ് ആണ്. 447 ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. ഗ്രാൻഡ് വിറ്റാര വരുന്നത് സീറ്റ വേരിയൻ്റ് ആണ്. ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് ബ്രൗൺ ഫിനിഷാണ് വരുന്നത്. ബ്രൗൺ ഫിനിഷിലൊരു പ്രീമിയം സ്റ്റിച്ചിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നത് 9 ഇഞ്ച് ടച്ച് സ്ക്രീനാണ് വരുന്നത്. ക്ലൈമറ്റ് കൺട്രോൾ വരുമ്പോൾ സിംഗിൾ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ആണ് വരുന്നത്. മീറ്ററിലേക്ക് വരുമ്പോൾ ഒരു അനലോഗ് മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഇൻഫോർമേഷന് വേണ്ടിയിട്ട് ഒരു 4.2 ഇഞ്ചിൻ്റെ ഒരു TFT ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നു. ബാക്ക് സീറ്റ് കംഫർട്ട് നോക്കുമ്പോൾ ഒരു ഡീസൻറ്റ് ലെഗ് റൂം വരുന്നുണ്ട്. നല്ലൊരു തൈ സപ്പോർട്ടും ഉണ്ട്. പിന്നെ ഒരു നല്ലൊരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സീറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ഇരിക്കാൻ നല്ല കംഫർട്ടാണ്. കിയ സെൽറ്റോസ് വരുന്നത് HDX വേരിയൻ്റ് ആണ്. ഇന്റീരിയറിലോട്ട് വരുമ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ഇന്റീരിയർ ഡിസൈൻ ചെയ്തേക്കുന്നത്. അത് വണ്ടിക്ക് ഒരു പ്രീമിയം ഫീൽ കൊടുക്കുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്നത് ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് വരുന്നത്. 12.3 ഇഞ്ചാണ് വരുന്നത്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നത് 12.3 ഇഞ്ച് തന്നെയാണ് വരുന്നത്. പിന്നെ ഡുവൽ സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് വണ്ടിക്ക് വരുന്നത്. ഈ രണ്ട് വേരിയൻസിലും സെൽറ്റോസിനും ക്രെറ്റയ്ക്കാണ് പനോരാമിക് സൺറൂഫ് വരുന്നത്. ഗ്രാൻഡ് വിറ്റാരയുടെ ഫുൾ ഓപ്ഷൻ മാത്രമാണ്
സൺറൂഫ് വരുന്നുണ്ട്. കിയ സെൽറ്റോസിന്റെ ബാക്ക് സീറ്റിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഡീസന്റ് ലെഗ് റൂം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡീസന്റ് ആയിട്ടുള്ള ഒരു തൈ സപ്പോർട്ട് വരുന്നുണ്ട്. ഒരു ഫാമിലിക്ക് കംഫർട്ടബിൾ ആയിട്ട് 3 പേർക്ക് ഇരിക്കാൻ പറ്റിയ സീറ്റാണ് കിയ കൊടുത്തിരിക്കുന്നത്. ഹുണ്ടായി കറക്റ്റ വരുന്നത് നൈറ്റ് എഡീഷൻ ആണ്. ഇന്റീരിയറിലോട്ട് വരുമ്പോൾ ഒരു ഫുൾ ബ്ലാക്ക് തീമിലാണ് ഇന്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുമ്പോൾ ഒരു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് വരുന്നത്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നതും 10.25 ഇഞ്ച് തന്നെയാണ്. 8 സ്പീക്കർ ബോസിന്റെ സബ് വൂഫറോട് കൂടിയ ഒരു സിസ്റ്റമാണ് വരുന്നത്. ക്ലൈമറ്റ് കൺട്രോൾ വരുന്നത് ഓട്ടോമാറ്റിക് ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളാണ് വരുന്നത്. ക്രെറ്റയുടെ ലെഗ് സ്പേസ് എന്ന് പറയുമ്പോൾ സെൽട്ടോസിന്റെ സെയിം തന്നെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ലെഗ് റൂം വരുന്നുണ്ട്. അണ്ടർ സൈസ് സപ്പോർട്ട് കുഴപ്പമില്ല. ഹുണ്ടായി ക്രെറ്റയുടെ കീ വരുന്നത് ഒരു ബേസിക് കീ ആണ്. ഒരു ടാൻ കളറിലാണ് വരുന്നത്. കിയ സെൽട്ടോസിന്റെ കീ കൊടുത്തിരിക്കുന്നത് കുറച്ച് അഡ്വാൻസ് ഫീച്ചേഴ്സ് ആയിട്ടാണ്. കീയിൽ തന്നെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് സ്റ്റോപ്പ് ചെയ്യാം, പിന്നെ ബൂട്ട് ഓപ്പൺ ചെയ്യാം. ഗ്രാൻഡ് വിറ്റാരിൽ കൊടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന കീലെസ് എൻട്രി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബേസിക് കീ ആണ്.